മാറ്റങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനത്തെ, അതായത് ഈ ചൈനയിൽ നിന്നൊക്കെ ഇത് പോയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫിലിപ്പീൻസ് അവിടെ പോയിട്ട്. ഇവർ തിരിച്ചു വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? പാസ്പോർട്ട് മാച്ച് ആവൂല. അങ്ങനത്തെ കുറെ കേസസ് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ബയോമെട്രിക്സ് മാച്ച് ആവൂല, നമ്മൾ ഫേസ് മാറ്റല്ലേ. അപ്പൊ നമ്മുടെ പിന്നെ അങ്ങനെ, അപ്പൊ അതിനുവേണ്ടി എന്തോ ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ ഇപ്പൊ ഒത്തിരി പേര് ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഒത്തിരി ക്ലിനിക്സ് ഉണ്ടല്ലോ. ഇപ്പൊ മറ്റേ എന്താ പറയുക, ഇപ്പൊ മറ്റേ ഭയങ്കരമായിട്ട് വന്നിരിക്കുകയല്ലേ. അതും നമ്മൾ എവിടെ പോയാലും ഗ്ലൂട്ടാത്തിയോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം. അതിന് മറ്റേ ഇതില്ല, സ്ലോട്ട് ഇല്ല. അതെ അതെ, ഗ്ലൂട്ടാത്തിയോൺ ഭയങ്കര, പക്ഷെ അത് അത്യാവശ്യം എഫക്റ്റീവ് ആണ്. പക്ഷെ അവിടെയും എനിക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയില്ല. അല്ല, ഗ്ലൂട്ടാത്തിയോൺ, അതായത് ഞാൻ ഈ കണ്ടിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എന്ത് സാധനം ട്രെൻഡിൽ വന്നാലും സൈഡ് എഫക്ട്സ് മനസ്സിലാക്കാൻ ഒരു 10 വർഷം എടുക്കും. അതുവരെ ഈ ഉള്ള എല്ലാ ഡോക്ടേഴ്സ്, നമ്മൾ ഈ ഹിസ്റ്ററി, ചരിത്രം നോക്കിയാൽ എന്ത് പുതിയ ട്രീറ്റ്മെന്റ് വന്നാലും ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടേഴ്സും ഇത് അടിപൊളിയാണെന്ന് റെക്കമെൻഡ് ചെയ്യും. അൺലെസ് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ മറ്റേ സ്റ്റഡീസ് വരണം, ഇത് പ്രശ്നം വരണം. എന്തായാലും ഒരു കെമിക്കൽ കൂടുതൽ ഡോസിൽ പോകുമ്പോൾ പ്രശ്നം തന്നെ ആയിരിക്കും. അതൊരു പ്രശ്നം തന്നെ ആയിരിക്കും, നമുക്ക് അറിയത്തില്ല. പിന്നെ ഈ പറഞ്ഞ മെലാനിൻ പിഗ്മെന്റേഷനെയൊക്കെ ഇത് സപ്രസ് ചെയ്യുന്നല്ലേ പറയുന്നതാണ് മെയിൻ ആയിട്ട്. അപ്പം എന്തെങ്കിലും കഷ്ടകാലത്തിന് ജനറ്റിക് മ്യൂട്ടേഷൻ വന്ന് വെള്ളപ്പാണ്ടായ എന്ത് ചെയ്യും? മെലാനിൻ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എല്ലാരും പറയണത് ഇത് മറ്റേ സേഫ് ആണ്, പ്രശ്നമില്ല. ഞാൻ എടുത്തിട്ടുണ്ട് പല ഈ പ്രൊമോഷൻസിന് കിട്ടുന്ന